നമസ്കാരം. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ദേവസ്വം ജീവനക്കാർ ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച വാർത്തകൾ നിരവധി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ കണ്ണൂരിൽ നിന്നും അത്തരമൊരു വാർത്ത വരുന്നു. ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചതിനാണ് സഖാവ് പിടിയിലായിരിക്കുന്നത്. ഇയാളെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. കണ്ണൂർ തൃച്ചംബരം ക്ഷേത്രത്തിലെ LD ക്ലർക്ക് ചെറിയൂർ മുല്ലപ്പള്ളി നാരായണനെയാണ് ഈ രീതിയിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ചതിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭണ്ഡാരപ്പെട്ടിയിലെ പണം പെട്ടി പൊട്ടിച്ച് മുഴുവൻ കൂട്ടിയിട്ട് ഒരു മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് എല്ലാ ജീവനക്കാരും കൂടി എണ്ണി തിട്ടപ്പെടുത്തുകയാണ് പതിവ്. അത് ആ ക്ഷേത്രത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെയാണ് ഈ ഭണ്ഡാരപ്പെട്ടിയിലെ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത്. അത് CCTV അടക്കമുള്ള സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ എണ്ണി തിട്ടപ്പെടുത്തൽ നടത്തുക. അത്തരമൊരു എണ്ണി തിട്ടപ്പെടുത്തലാണ് ഈ ക്ഷേത്രത്തിലും നടന്നത്. എന്നാൽ മറ്റു ജീവനക്കാരുടെ സാന്നിധ്യത്തിലും ക്ഷേത്രത്തിനകത്തെ CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇയാൾ ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ പണം കീശയിലാക്കി എന്നതാണ് ഇയാൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇയാളെ TTK ദേവസ്വം നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. TTK ദേവസ്വം എന്ന് പറഞ്ഞാൽ തൃച്ചംബരം, തളിപ്പറമ്പ്, കാഞ്ഞിരങ്ങാട് എന്നിങ്ങനെ 3 ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് ഈ TTK ദേവസ്വമാണ്. വളരെ പ്രസിദ്ധമായ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ 3 ക്ഷേത്രങ്ങളാണ് ഇവ. ഈ 3 ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് ഒരേ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനാണ്, വർഷങ്ങളായുള്ള ജീവനക്കാരനാണ് ഇയാൾ. അതായത് ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് കൂടിയാണ് ഈ പറഞ്ഞ മുല്ലപ്പള്ളി നാരായണൻ. ഈ മുല്ലപ്പള്ളി നാരായണൻ എന്ന CITU സഖാവിനെ കഴിഞ്ഞ കുറേ നാളായി ഈ ഭക്തർ സഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആരോപണങ്ങളുമുണ്ട്. അതായത് ഇയാൾ നേരത്തെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ചാർജുള്ള ഒരു ജീവനക്കാരനായിരുന്നു. അത്തരത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെയുണ്ട്, അതിന് ചില യോഗ്യതകളൊക്കെയുണ്ട്. സത്യത്തിൽ ഈ ജീവനക്കാരന് CITU നേതാവിന് അത്തരം യോഗ്യതകളൊന്നുമില്ല. വ്യാജ രേഖ സമർപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ആ നിയമനം നേടിയെടുത്തത് എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് വ്യാജ രേഖ ചമച്ചതിന് ഇയാൾ കണ്ടെത്തുകയും ഇയാൾ ആ ക്ഷേത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയുമായിരുന്നു. ഇത് മാത്രമല്ല, സ്വന്തം സർവീസ് ബുക്ക് തിരുത്തി അതിൽ കൃത്രിമം കാട്ടി എന്ന ആരോപണം നേരിടുകയും സസ്പെൻഷനിലാവുകയും ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനെ നിരന്തരം ക്രമക്കേടുകൾക്കും അതുപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പിടിയിലാകുന്നുണ്ട് എങ്കിൽ പോലും ഒരു സസ്പെൻഷനിലപ്പുറം ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നടപടി നേരിടേണ്ടി വന്നിട്ടില്ല ഇയാൾക്ക്. കാരണം കേസ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിലും അതിനെല്ലാം പാർട്ടിയാണ് തടയിടുന്നത്. കാരണം ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CIT നേതാവാണ്, CITയുടെ ഏരിയ പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ അത്രയധികം രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രീതിയിൽ തന്നെ ഇയാൾക്ക് ഭരണാനുകൂല സംഘടന എന്ന രീതിയിൽ വലിയ ആനുകൂല്യം ലഭിക്കുന്നു. ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ ഇയാൾക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം തടയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇയാളുടെ ശത്രുപക്ഷത്തുള്ള അല്ലെങ്കിൽ ഇയാൾ ശത്രുവായി കാണുന്ന ജീവനക്കാർക്കെതിരെ അകാരണമായി ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി നടപടിയെടുത്തു എന്നും ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇയാൾ സസ്പെൻഷനിലാണ്. മുല്ലപ്പള്ളി നാരായണൻ എന്ന് പറയുന്ന CITU ജീവനക്കാരൻ സസ്പെൻഷനിലാണ്. ക്ഷേത്ര ഭണ്ഡാര തുക പോലും അടിച്ചു മാറ്റുന്ന വ്യക്തി എന്ന ആരോപണം ഉയർന്ന സ്ഥിതിക്ക് തീർച്ചയായും ഇയാൾക്കെതിരെ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാവേണ്ടതാണ്. ദേവസ്വം ബോർഡിൻ്റെ ഈ TTK ദേവസ്വത്തിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ പാടില്ലാത്തയാളാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഈ TTK ദേവസ്വത്തിന് കീഴിൽ വരുന്നത്. തൃച്ചംബരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തളിപ്പറമ്പിൽ നമുക്കറിയാം രാജരാജേശ്വരി ക്ഷേത്രമാണ്. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രമാണ്. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദർശനം നടത്തി മടങ്ങിയത്. അദ്ദേഹം തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ദില്ലിക്ക് മടങ്ങുന്നതിന് മുന്നോടിയായി കണ്ണൂരിലെത്തി ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ദില്ലിയിലേക്ക് മടങ്ങിയത്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ, രാജ്യത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രസിദ്ധിയുള്ള, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന, ധാരാളം
ലക്ഷക്കണക്കിന് രൂപയുടെ നടവരവും വരുമാനവുമുള്ള ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള കള്ളന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ അത്ഭുതകരം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ നിന്നുള്ള ഭക്തജനങ്ങൾ ആരോപിക്കുന്നതനുസരിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം അത് ഈ ക്ഷേത്രങ്ങളിൽ കാട്ടുന്നത് ശരിയല്ല. ഇടത് ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ഇത്തരം കാപാലികർ ഇനിയും ക്ഷേത്രങ്ങളിലുണ്ട് എന്നും ആരോപിക്കുന്നുണ്ട്. സസ്പെൻഷൻ അപ്പുറം നിയമ നടപടികളിലേക്ക് കൂടി ഇദ്ദേഹത്തിനെതിരെയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ നീങ്ങണം എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.